പെട്ടെന്നൊരു ചോദ്യം ഇപ്പൊ വന്നതാണ്. ഏക്കാലും ഇന്നത്തെ ലൈവിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയൊക്കെ ഇതിന്റെ ഷോർട്ട് ആം അടുപ്പിച്ചു തരും. മക്കളെ ഒരു 4 മാർക്ക് ചോദ്യം ഉറപ്പിച്ചോ. റിനൈസൻസ് ലിറ്ററേച്ചർ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നവോത്ഥാന കലാ സാഹിത്യത്തിന്റെ പ്രത്യേകത, സാഹിത്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, പുതിയ ബുക്കുകൾ വന്ന മാറ്റം എന്ന് ചോദിക്കും. മക്കളെ മനസ്സിലാക്കി വെക്കുക. ഒന്ന് എന്ത് ചെയ്തു, സെക്യുലർ വാല്യൂസിനും ഇൻഡിവിജ്വൽ ലിബർട്ടിക്കും പ്രാധാന്യമായിട്ട് എന്ത് ചെയ്തു, ബുക്കുകൾ എഴുതാൻ തുടങ്ങി. വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതത്തെ മൂലത്തിനും എഴുതാൻ തുടങ്ങി. മാത്രമല്ല പണ്ട് കാല സ്കോളർഷിപ്പ് അല്ലേ, അതുപോലെ എന്ത് ചെയ്തു, ബ്രേക്കിംഗ് എവേ ഫ്രം ദ സ്കോളാസിസം അഥവാ സ്കോളാസിസത്തിൽ നിന്ന് മോചനം കൊടുത്തു. മാത്രമല്ല റീജിയണൽ ലാംഗ്വേജിലേക്ക് കാര്യങ്ങൾ എന്ത് ചെയ്തു, പ്രയോറിറ്റൈസ് ടു റീജിയണൽ ലാംഗ്വേജ്, പ്രാദേശിക ഭാഷയിൽ എന്ത് ചെയ്തു, മുൻതൂക്കം കൊടുത്തു. മാത്രമല്ല പ്രോസ് ലിറ്ററേച്ചർ, അതാണ് മെയിനായിട്ട് മനസ്സിലാക്കിയേണ്ടത്. ഗദ്യ സാഹിത്യത്തിന് പ്രാധാന്യം നൽകി. അത് മാത്രമല്ല ഇതും എന്റെ മക്കൾ പഠിച്ചേക്കണം. ദാന്തെന്റെ ബുക്കിന്റെ പേരാണ് ഡിവൈൻ കോമഡി. ബൊക്കാച്ചിയോ ദ അക്ബറൻ സ്റ്റോറീസ്. മാക്കിയവെല്ലിന്റെ ആണ് ദ പ്രിൻസ്. പെട്രാക്ക് ആണ് ദ ലവ് പോയം ഫ്രം ലോറ എന്ന ബുക്ക്. ഇത് എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എക്സാം ചോദിക്കും. അപ്പൊ ഇത് പഠിച്ചു വെക്കണം ചോദിക്കാറുണ്ട്. മക്കളെ ഇതും പഠിച്ചു വെക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇതിന് ഷോർട്ട് വേണം. ഷോർട്ട് വേണമെങ്കിൽ ഏക്കാലിന് പോലും ഏക്കാലിന് ഞാൻ പക്ക ഷോർട്ട് ആക്കി അതും പഠിപ്പിച്ചിരും, മറ്റേതിന് ഷോർട്ട് പഠിപ്പിച്ചിരും. മാത്രമല്ല ഒരു ചോദ്യം കൂടി മനസ്സിലാക്കിയോളി. പെട്രാക്കിന്റെ ബുക്കാണ്, നമുക്കറിയാം പെട്രാക്കിന്റെ ബുക്കാണ് ഏത്, ദ ലവ് പോയം ഫ്രം ലോറ. ഇത് എത്രത്തോളം ഈ കാലത്ത് സാമുകാലികമായിട്ട് ഏറ്റവും അടിപൊളിയാണെന്ന് ചോദ്യം വന്നാൽ എങ്ങനെ ഇതറിയോ, ഏതെങ്കിലും ഒരു ബുക്ക് ഇപ്പൊ മാക്കിയവെല്ലിന്റെ ദ പ്രിൻസ് ഈ കാലത്ത് എത്രത്തോളം പ്രാധാന്യമുണ്ട് അങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ നെട്ടി നിൽക്കൂലേ. പേടിക്കണ്ട, ഇന്ന് ഏക്കാലിന് പോലും സെറ്റാക്കാം. സമയമില്ല കേട്ടോ മക്കൾ, ഞാൻ പോവാണ്, വിശക്കുണ്ട്. ഓക്കെ ബൈ.